ആ കാല് കുത്തി നടക്ക്. പതിയെ. വേദനയാ ചേച്ചിക്കുട്ടി. നടന്ന് നടന്ന് വേണം ശരിയാവാൻ. പതുക്കെ പതുക്കെ എന്നെ മുറുകെ പിടിച്ച് നടന്നു. ഇപ്പൊ സന്തോഷായോ? എനിക്ക് ഇവിടെ വന്നിരിക്കുന്ന ഇഷ്ടം. റൂമിലിരുന്നാ ബോറടിക്കും. ഈ ആഴ്ച കൂടി ഉള്ളു ബോറടി. അടുത്ത ആഴ്ച മുതൽ സ്കൂളിൽ പോയി തുടങ്ങണം. അപ്പോഴേക്കും എനിക്ക് നടക്കാറാവോ ചേച്ചിക്കുട്ടി? നടന്നേ പറ്റൂ. ഞാൻ എന്നും കുഴമ്പിട്ട് തടവിത്തരാം. പിന്നെ വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കുകയും ചെയ്യാം. ദേ എത്തി. നിന്റെ വായിലെന്തോടി? എടീന്നോ? എന്താന്ന് പറ. ചൂയിങ്കം. എനിക്കില്ലേ? അമ്മമ്മോട് ചോദിക്കും. അവന് ചൂയിങ്കം വേണോന്ന്. നിനക്കെന്തിനാ റബ്ബർ മിഠായി? നിനക്കേ ഞാൻ നല്ല ഒന്നാന്തര ഉണ്ണിയപ്പം മിച്ചർ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്നാ വേഗം താ. ഈ കൂട് പൊട്ടിക്കട്ടെ. ഓ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ചേച്ചിക്കുട്ടി? ചോദിക്കടാ. അതിന് എന്റെ അനുവാദം വേണോ? ഈ അമ്മമ്മ മഹാകുശുമ്പ ചെയ്തുണ്ടോ? അമ്മ എങ്ങനെയായത്? നല്ല ചോദ്യം. ഞാനോർത്തു ക്ലാസ്സിൽ പഠിപ്പിച്ച വല്ലതുമാണെന്ന്. ചോദിച്ചതിന് മറുപടി പറ. എനിക്ക് അറിഞ്ഞൂടെ മോനെ. ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അമ്മക്ക് ചേച്ചിക്കുട്ടിയോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ചുമ്മാ അല്ല, സത്യം. അതെന്താന്ന് പറയാമോ? ഞാൻ കുഞ്ഞായിരുന്നപ്പോ. എന്നെ മടിയിലിരുത്തി ചോറൊക്കെ വാരിത്തരും. എന്നെ കെട്ടിപ്പിടിച്ച് കൂടെ കിടന്ന് പാട്ടൊക്കെ പാടിത്തന്ന് കഥകളൊക്കെ പറഞ്ഞ് ഒത്തിരി ഉമ്മയൊക്കെ തന്നോർക്കും. എന്നെ കുളിപ്പിച്ച് കണ്ണെഴുതി പൊട്ടുതൊട്ട് പൗഡറൊക്കെ ഇട്ട് നിർത്തിയിട്ട് സുന്ദരിക്കുട്ടീന്ന് വിളിക്കും ചിരിച്ചോണ്ട്. എനിക്ക് കൂടെ കൂടെ പുത്തനുടുപ്പൊക്കെ വാങ്ങിച്ചു തരും. എല്ലായിടത്തും എന്നെ കൊണ്ടുപോകും. ചോദിക്കുന്നവരോടൊക്കെ അമ്മ പറയും, എന്റെ മോളെ ജാനിക്കുട്ടിന്ന്. എന്റെ കാലിലൊരു മുള്ളു കൊണ്ടാ മതി, അമ്മ ഉടനെ ഡോക്ടറെ അടുത്തോട്ട് എന്നെ കൊണ്ടോടും.